തൃശ്ശൂർ സുരേഷ് ഗോപി 7434 വോട്ടിന് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളുകളിലൊക്കെ തൃശ്ശൂർ ഉറപ്പിച്ച ഒരു സീറ്റാണ്. BJP ജയിക്കും എന്ന് ഉറപ്പിക്കുന്ന സീറ്റ് തൃശ്ശൂരായിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് തൃശ്ശൂർ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ലീഡ്. ഇതിങ്ങനെ തന്നെ തുടരുമോ, സുരേഷ് ഗോപി അവിടെ ജയിക്കുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. ഈ ആദ്യ ലക്ഷണങ്ങൾ ഒരിക്കലും അവസാനവുമായി കൂട്ടിക്കെട്ടാൻ കഴിയില്ല. പക്ഷേ വളരെ കൃത്യമായി ക്രമമായി സ്ഥിരതയോടുകൂടി സുരേഷ് ഗോപിയുടെ വോട്ടുകൾ നിലനിർത്താൻ കഴിയുന്നു, ലീഡ് നിലനിർത്താൻ കഴിയുന്നു. അത് ഒരു കൃത്യമായ സൂചകമാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇപ്പം ഞാനങ്ങ് എടുക്കുക എന്ന് പറഞ്ഞത് ഇപ്പം അവർ കൊടുക്കുക എന്നാണ് തോന്നുന്നത്. അതിനുള്ള ആ ലക്ഷണമാണ് വാസ്തവത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ മറ്റൊരു മണ്ഡലങ്ങളിൽ വിശേഷിച്ചും NDAക്ക് ഇടയ്ക്ക് രാജീവ് ചന്ദ്രശേഖരൻ കുറച്ച് സമയം മുന്നിൽ വന്നിരുന്നു, ആലപ്പുഴയിൽ ശോഭ മുന്നിൽ വന്നിരുന്നു. പക്ഷേ ഇവിടങ്ങളിലൊന്നും കാണാത്ത രീതിയിൽ ഒരു മാറ്റമാണ് തൃശ്ശൂർ നമ്മൾ കാണുന്നത്. അതിൽ എല്ലാ മേഖലകളിലും തന്നെ ക്രമമായിട്ട് കുറച്ച് വോട്ടുകളെങ്കിലും സുരേഷ് ഗോപിക്ക് മേൽക്കൈ നൽകിക്കൊണ്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന. അത് ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി അവസാന സമയം വരെ മാറാനിടയുള്ളതിൻ്റെ ഒരു ആദ്യ സൂചനയാണ്. മാത്രമല്ല സുരേഷ് ഗോപി അവിടെ നിന്ന് തോറ്റപ്പോൾ ആ മണ്ഡലത്തിനോട് കാണിച്ച ഒരു സ്നേഹവായ്പുണ്ട്. ഒരുപാട് വിവാദങ്ങൾ, ഒരാൾ ജയിക്കുമെന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിലാണ് അയാൾക്കെതിരെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കുകയും എത്ര വിവാദങ്ങൾ കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിവാദങ്ങളിൽ കൂടി കടന്നു വന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയാണ്. എന്തുമാത്രം വിവാദങ്ങളാണ്. അപ്പോൾ അത് ഭയപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് തന്നെ അതിനെ അതിജീവിക്കാൻ അദ്ദേഹം ശ്രമിച്ച ഒരു രീതി കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥിക്കും അത് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇവിടെ നമ്മളത് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്ന സുരേഷ് ഗോപിയെ ജനം ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ വരുന്നത്. 5 വർഷം അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്തെന്നുള്ളത്. ആ മുനിസിപ്പൽ കോർപ്പറേഷന്, അവിടുത്തെ ആ മാർക്കറ്റിന്, അവിടെയൊക്കെ സുരേഷ് ഗോപിയുടെ ഫണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒരു ഇടപെടൽ അതിനകത്ത് അതൊക്കെ വലിയ തോതിൽ CPM-കാരെ കൊണ്ട് പോലും അനുകൂലമായി പറയിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ജാതി മത വർഗ രാഷ്ട്രീയ ചിന്തകൾക്ക് ഉപരിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഈ കഴിഞ്ഞ 5 വർഷത്തെ പ്രയത്നം, അതിൽ കേവലം രാഷ്ട്രീയം മാത്രമല്ല സുരേഷ് ഗോപിക്കുള്ളത്. അതിലുപരിയായ ഒരു മനുഷ്യത്വ രീതിയിലൊരു സമീപനം മറ്റ് ആരെക്കാട്ടിലും കൂടുതൽ സുരേഷ് ഗോപിക്ക് നൽകാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ആകാൻ ലീഡ് ഇനിയിപ്പോ കുറെ കഴിയുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. കഴിഞ്ഞ വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽക്ക് സ്ഥിരമായി നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ബാക്കി ഒരു മണ്ഡലത്തിലും NDAക്ക് അത് കിട്ടുന്നില്ല. ബാക്കി മണ്ഡലത്തിൽ പാലക്കാട്, ആറ്റിക്കലൊക്കെ 8980 അതെ, ഇപ്പൊ ഡീൻ കുര്യാക്കോസ്, കൊല്ലത്ത്, പ്രേമേന്ദ്രൻ, ഇവരൊക്കെയാണ് ലീഡ് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നത്. ആ ഗണത്തിൽ സുരേഷ് ഗോപി വന്ന് പെടുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രേമേന്ദ്രൻ ഈ കണ്ട ലീഡ് വെച്ച് നോക്കുമ്പോൾ പ്രേമേന്ദ്രൻ ജയിക്കുമെന്ന് ഇപ്പം പറയാൻ പറ്റും. ഡീൻ കുര്യാക്കോസ് വലിയ വിജയത്തിലേക്ക് പോകുന്നു പറയാൻ കഴിയും. അതുപോലെ വലിയ വിജയം എന്നല്ല നമ്മൾ ഈ പറയുന്നത്. ഇപ്പൊ തൽക്കാലം സുരേഷ് ഗോപി ഇപ്പോൾ 90,000-ഓളം വോട്ടുകൾക്കാണ് ഇപ്പൊ വരുന്നത്. നമ്മൾ സംസാരിച്ച് തുടങ്ങിയപ്പോൾ 7,000 ആണ്, ഇപ്പോൾ 9,000-ത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇപ്പൊ ഇങ്ങനെ ക്രമമായി ചെറുതെങ്കിലും ക്രമമായുള്ള വർധനാവ് സുരേഷ് ഗോപിയുടെ വോട്ട് വ്യൂഹത്തിൽ കാണുന്നത് ഒരുപക്ഷെ കേരളത്തിൽ താമര വിഴിയുന്നതിന്റെ ഒരു ആദ്യ സൂചന ആണ് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. അദ്ദേഹം ജയിക്കാൻ അർഹതപ്പെട്ട വിജയം മാത്രം പണിയെടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു പച്ചയായ മനുഷ്യനെയാണ് നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത്. ഒരു കുറവ് ആൾക്ക് പെരുമാറുന്നതിലൂടെ നാട്യമാണ്, നാടകമാണ് കാണുന്നത് ഇതൊക്കെ പറഞ്ഞ് ഈ മനോവീര്യം കെടുത്തുന്ന രീതിയിലുള്ള ഇതെല്ലാം വോട്ടായിട്ട് മാറും. ഇതൊക്കെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ച് നിൽക്കുന്ന ഒരാൾ വിചാരിച്ച ആ പാവത്തിനിട്ട് ഇങ്ങനെ പീഡിപ്പിക്കുന്നല്ലോ എന്ന് തോന്നും, അങ്ങനെയും വോട്ടായിട്ട് മാറും. രാഷ്ട്രീയത്തിലുപരിയായ ഒരു വോട്ട്, ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു പിന്തുണ, അനുകൂലമായി സ്ത്രീകളുടെ വോട്ട്, അത് ഒരു പ്രത്യേക ജാതിയുടെ മതത്തിൻ്റെ വോട്ടല്ല. മൊത്തം തൃശ്ശൂരുകാരുടെ ഒരു വോട്ടാണ്. എല്ലാ മതവിഭാഗങ്ങളും ചേർന്ന് സുരേഷ് ഗോപി ഒരു രാഷ്ട്രീയക്കാരൻ്റെ ഉപരിയായി എങ്ങനെ പെരുമാറണമെന്ന് മറ്റുള്ള രാഷ്ട്രീയക്കാർക്ക് കൂടി പറഞ്ഞു കൊടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതൊരു വലിയ ക്വാളിറ്റി അല്ലേ. കേവലമായ രാഷ്ട്രീയക്കാരനായി നിൽക്കണ്ട, അതിലുപരി ഒരു മനുഷ്യനും കൂടി ഉണ്ട്. അങ്ങനെ ആ ഒരു കാഴ്ചപ്പാട് സുരേഷ് ഗോപി വെച്ചു എന്നുള്ളതാണ്. അതിനും കൂടിയൊക്കെ ഉള്ളൊരു അംഗീകാരമായിരിക്കാം ഈ ആദ്യ ലക്ഷണമാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അദ്ദേഹം ജയിക്കേണ്ട ആളാണ് വാസ്തവത്തിൽ, മറ്റൊരു മോശമൊന്നുമല്ല. മുരളീധരനെ നമ്മൾ കുറ്റം പറയുന്നില്ല. സുനിൽകുമാർ നല്ല ഇമേജുള്ള ഒരു മനുഷ്യനാണ്. ജയിക്കാൻ ക്വാളിറ്റിയുള്ള ആളാണ് സുനിൽകുമാർ, തർക്കമൊന്നും വേണ്ട. പക്ഷേ ഏതോ സുനിൽകുമാർ തുടക്കത്തിൽ ലീഡ് ചെയ്തിരുന്നു.
അത് നമുക്ക് തള്ളിക്കളയാനൊന്നും കഴിയില്ല. അതെ, അതെ. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ പിന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ സുരേഷ് ഗോപി തന്നെയാണ്. പിന്നെ അത് നമുക്ക് ചിലപ്പോൾ തൃശ്ശൂര് എടുക്കും എന്ന് ഏതാണ്ട് ഉറപ്പിക്കാറായിട്ടില്ലെങ്കിലും ഇങ്ങനെ പോയാൽ എടുക്കും. അതാണ് സംഭവം. വലിയ ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ലെന്നിരിക്കും. ഇങ്ങനെ ഇതൊക്കെ നിലനിർത്താനായാൽ വരും മണിക്കൂറിൽ ഒരു 1.5 മണിക്കൂറിൽ കൂടി ഇങ്ങനെ നിലനിർത്താനായാൽ ഇത് ഏതാണ്ട് പിന്നെ ചെറിയ വോട്ടുകൾക്കെങ്കിലും സുരേഷ് ഗോപി ജയിക്കുമെന്ന് തന്നെയാണ് നമുക്ക് സൂചനയാണത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെമ്പാടും ഒരു വലിയ മാറ്റമാണ്. കേരളത്തിൽ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് വിജയമാണ്. അത് പിന്നെ ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തുന്ന സംഭവമാണ്. അതൊരു പക്ക 100% പൊളിറ്റീഷ്യൻ അല്ല സാധിച്ചതെന്നുള്ളത് വേറെ കേസാണ്. ഒരു സിനിമാ നടൻ രാഷ്ട്രീയക്കാരനായി മാറിയ സിനിമാ നടനാണ്. ആ ഒരു ട്രാൻസ്ഫർമേഷനാണ്. അത് ആൾക്കാർ അംഗീകരിക്കുകയാണ്. ഇപ്പോൾ സിനിമാക്കാരൊന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ പൊലിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേരളത്തിൽ. അതൊക്കെ മാറി. സിനിമാക്കാർക്കെന്നല്ല, ആർക്കും രാഷ്ട്രീയത്തിലേക്ക് വരാം, എല്ലാവർക്കും ആവശ്യപ്പെട്ടതാണ്. അത് കേരളത്തിൽ കൃത്യമായൊരു സന്ദേശമാണ് സുരേഷ് ഗോപി ജയിക്കുന്നെങ്കിൽ സംഭവിക്കുന്നത്. വരും മണിക്കൂർ നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ അതറിയാം. അതെ, അത് മാത്രമല്ല ഇദ്ദേഹം പല സമയത്തും ഒറ്റയ്ക്ക് BJP ചുമലിലേറ്റുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. പലപ്പോഴും സംസ്ഥാന നേതൃത്വം മടിച്ചു നിന്ന പല കാര്യങ്ങളിലും ഇദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നു, പദയാത്ര നടത്തുന്നു, സമരങ്ങൾ ഏറ്റെടുക്കുന്നു, വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു. കരുവന്നൂർ ബാങ്കിൽ ആ യാത്രയൊക്കെ തന്നെ. അപ്പോൾ ആ യാത്രയിൽ പോലും അദ്ദേഹത്തെ കളിയാക്കി വരണം. കാരണം അദ്ദേഹത്തിന് വേലത്ത് നടക്കാൻ കഴിയുന്നില്ല. ഇത് ആരും നടന്നിട്ടുണ്ട്, ഇത്രയും അതൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ആ ജനകീയ വിഷയങ്ങൾ ഇടപെടുകയും അത് കൃത്യമായി ഞാൻ ഒപ്പമുണ്ട് എന്നൊരു സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തതിൻ്റെ ഒരു ഫലം സുരേഷ് ഗോപിക്ക് കിട്ടേണ്ടതാണ്. വാസ്തവത്തിൽ മറ്റുള്ള ആൾക്കാർ അവിടെ ഈ മണ്ഡലത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചതിലും കൂടുതൽ സാന്നിധ്യം തോറ്റ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അവിടെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഇടപെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിലവിലുണ്ടായിരുന്ന MP TN പ്രതാപൻ അവിടെ ഇടപെട്ടതിനേക്കാൾ കൂടുതൽ അവിടെ വാർത്തകൾ നിറഞ്ഞു നിന്നത് സുരേഷ് ഗോപി ആയിരിക്കും. സ്വയം വിവാദത്തിൽ ചെന്ന് പെട്ടതല്ല സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ വിവാദത്തിലേക്ക് തള്ളിയിടാനുള്ള മറ്റുള്ള ശ്രമം വിജയിച്ചതിലാണ് അതോടെ സുരേഷ് ഗോപി അതിൽ പെട്ടുപോയത്. പക്ഷെ പ്രതാപനൊന്നും അങ്ങനെയല്ല. സ്വയം വരുത്തി വെച്ച വിവാദങ്ങളാണ് അവർക്കെല്ലാം കൂടുതലുള്ളത്. സുനിൽകുമാർ മറ്റൊരു വ്യക്തിത്വമാണ്, അദ്ദേഹം നമ്മൾ ഈ കൂട്ടത്തിൽ പെടുത്തേണ്ട. പക്ഷെ എങ്കിൽ കൂടിയും പിന്നെ സുരേഷ് ഗോപി മുന്നിട്ടിറങ്ങുകയും ആ ഒരു പച്ചയായ നിഷ്കളങ്കതയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. കാരണം അവരടുത്ത് ഒരു തരി പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പിന്നെ വൃത്തികേടില്ലായിരിക്കും. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ കേസ് പോലും അദ്ദേഹത്തിൻ്റെ ഇടയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അത് അദ്ദേഹം കുറച്ചുകൂടിയൊക്കെ അവധാനത അതിൽ കാണിക്കേണ്ടതായിരുന്നു. എങ്ങനെ പെരുമാറണമെന്ന് പക്ഷേ അദ്ദേഹത്തിന് പിന്നെ ഭംഗിയായി ചിലപ്പോൾ ആൾക്കൂട്ടത്തിൽ അറിയാതെ പറ്റിപ്പോയ സംഭവമാണ്. അത് അദ്ദേഹം മാപ്പും പറഞ്ഞിരുന്നു. ഇതെല്ലാം ഓരോന്നായിരുന്നു ചികഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായ വോട്ടുകളായി വന്നിരിക്കാനാണ് സാധ്യത. അതായിരിക്കും ഈ ചെറിയ ഒരു ഭൂരിപക്ഷത്തിൻ്റെയെങ്കിലും സ്ഥിരതയുടെ പിന്നെ നമ്മളെ കാണിച്ചു തരുന്ന അതാണ്.